ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോവാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടാസ്കിനെ പറ്റിയിട്ട്. ആ ടാസ്കിൽ നമ്മൾ കാണുന്നത് അനീഷിൻ്റെ ടീം പുറത്തായി എന്നാണ് കാണിക്കുന്നത്. ബിഗ് ബോസ് നല്ല പണി കൊടുത്തതാണ്. കാരണം ഇത് ഫിസിക്കൽ ടാസ്ക് അല്ലാന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ലൈവിൽ കണ്ടവർക്ക് അറിയാം ഇത് ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ ടാസ്ക്കാണ് നടക്കുന്നത്. ഇവർക്ക് ബുദ്ധിയില്ലാതെ കളിച്ച ഒരു കളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും ഇങ്ങനെയല്ല ഈ ഒരു കളി കളിക്കേണ്ടത്. കാരണം അതൊരു ഫിസിക്കൽ ടാസ്ക് ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടാസ്കിൽ ആര്യനാണ് കുറച്ചുകൂടിയും ആ ഗെയിം മനസ്സിലായത്. ഇതിൽ അനീഷിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, ഷാനവാസിനും നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, രേണി സുധിയും മെഡിക്കൽ റൂമിൽ പോയിട്ടുണ്ട്. ഇതിൽ അക്ബർ ഷാനവാസും കൂടിയിട്ട് അനീഷിൻ്റെ നിന്ന് തൊപ്പി വാങ്ങിച്ചെടുക്കുക ചെയ്യുന്നത്. പക്ഷേ മുക്കാൽ ഭാഗം അവരുടെ കയ്യിലാണ്. അതിൽ കുറച്ച് ഭാഗം മാത്രമാണ് അക്ബറിനും ഷാനവാസിനും കിട്ടിയിരിക്കുന്നത്. അത് അവിടെ കൊണ്ടുപോയി തൂക്കിയിട്ടിട്ടുണ്ട് ഷാനവാസ്. അത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ലേ കളി. ആര്യം പോയി പറയുന്നുണ്ട് നിന്റെ ഗ്രൂപ്പിൽ നീ ഇവിടെ ഗ്യാങ് കളിക്കാതിരിക്കുക, ഇത് നിന്റെ ടീമിൻ്റെ ഒരു ഇതാണ്, ഇവിടെ റിയാക്ട് ചെയ്യണമെന്നൊക്കെ ആര്യനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ശരത്ത് അപ്പാനി ഒരു മൈൻഡില്ലാതെ ഗ്രൂപ്പ് കളിച്ച പോലെയാണ്, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് പോലെയാണ് ഇവിടെ കളിക്കുന്ന പോലെ ഫീൽ ചെയ്താക്കുന്നത്. ഇത്ര അറ്റാക്ക് ചെയ്തിട്ട് പോലും അപ്പാനി ഒന്നും പറഞ്ഞിട്ടില്ല, ടീമിന് വേണ്ടി നിന്നിട്ടില്ല. അനീഷിൻ്റെ അവസ്ഥ കുറച്ച് മോശമായിട്ട് തോന്നുന്നുണ്ട്. തലയ്ക്കാണ് കുറച്ച് ഇത് പറ്റിയിരിക്കുന്നത്. എന്താ നമുക്കറിയില്ല. ഇനി എന്തായാലും മെഡിക്കൽ റൂമിൽ പോയിട്ട് ബാക്കി എന്താ നമുക്കറിയാം. എന്തായാലും അവർ ഇന്ന് ഔട്ടായി പോയിട്ടുണ്ട്. അപ്പാനി ആര്യം പറഞ്ഞ് കേട്ടിട്ട് അവിടെ പോയിട്ട് ഇത് മാറ്റി വെക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അക്ബറൊന്നും ഇതെന്ത് പരിപാടിയാണ് ചെയ്യണത്, ശരിയല്ല എന്നൊക്കെ പറഞ്ഞാകുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് ലാസ്റ്റ് പറഞ്ഞു അത് ഇവർ ജയിച്ചു എന്ന്. എന്തായാലും ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞതാണ് ഇതിൽ ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ അത് ബിഗ് ബോസ് അവിടെ ഓക്കെ പറഞ്ഞു, ഇവരുടെ ഗ്രൂപ്പ് പുറത്താവുകയാണ് ചെയ്തത്. ഈ കളി എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പോലും മര്യാദയ്ക്ക് അറിയില്ല. ടീമിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു കണ്ടസ്റ്റൻ്റ് പോലെയാണ് എനിക്ക് അപ്പാനിനെ തോന്നിയത്. കൂടെ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.